അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് കുറേ കാലത്തിന് ശേഷം ഒരു എക്സ്പീരിയൻസ് വീഡിയോ ആണ്. അപ്പോൾ ഇത് ഗെയിം എക്സ്പോ എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ പരസ്യമായിട്ടൊക്കെ കണ്ടപ്പോഴേക്കും എനിക്കൊരു കൗതുകമായി, ഇതെന്താണ് സംഭവം, ഇത് പോയി നോക്കണമല്ലോ. അങ്ങനെ തപ്പിപ്പിടിച്ച് പോയി എക്സ്പീരിയൻസ് ചെയ്ത ഒരു സാധനമാണ് ഇത്. അപ്പോൾ ഈ പരിപാടി നടക്കുന്നത് വേൾഡ് ട്രേഡ് സെൻറ്ററിലാണ്. പരിപാടി ഇപ്പം കഴിഞ്ഞു. ഈ കേൾക്കുന്ന ആൾക്കാർ ഇതറിയാത്തവർ അടുത്ത വർഷത്തേക്ക് വെയിറ്റ് ചെയ്യുക. അടുത്ത വർഷം ഇതിനെക്കാട്ടിലും നന്നായിട്ടിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇവർ തുടങ്ങിയത് തൊട്ട് ഈ ഒരു സമയം വരെ എന്ന് പറയുന്നത് നല്ലൊരു ഡെവലപ്മെൻ്റാണ് ഉള്ളത്. അപ്പോൾ ഇനിയും ഇതിനെക്കാട്ടിലും നല്ല അടിപൊളിയായിട്ട് വരും. അപ്പോൾ ഞങ്ങളിവിടെ എത്തിയതിൻ്റെ കഥയെ ഒരു വല്ലാത്തൊരു കഥയാണ്. ഇപ്പോൾ ഈ സമയത്ത് എല്ലാവർക്കും അറിയാവുന്നോ അറിയത്തില്ല, ദുബായിൽ ഒരുപാട് സ്ഥലങ്ങളിൽ GPS ലൊക്കേഷൻ നേരെ ഓർക്കാവുന്നില്ല. അതിൻ്റെ മെയിൻ റീസൺ ഇവിടുത്തെ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ സ്ഥലത്ത് എത്താൻ വേണ്ടിയിട്ട് ഒരുപാട് പാടുപെട്ടു. അതായത് കുറച്ച് ദൂരത്തേക്ക് നമുക്ക് GPS വർക്കാവും, അടുത്ത് പിന്നെ GPS വർക്കാവില്ല. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് പോകാനും സ്ഥലം അറിയാനും ഒക്കെ. പിന്നെ ഒരു 4-5 വട്ടം ഞാൻ കറങ്ങിയിട്ടൊക്കെയാണ് കണ്ടുപിടിച്ചത്. അങ്ങനെ കുറച്ച് പാടുപെട്ടിട്ടാണ് ഒരാളോട് ചോദിച്ച് ഏതോ ഒരു പാർക്കിങ്ങിൽ കയറിയത്. പക്ഷെ അവിടെ ഒരു ചെറിയൊരു പണി കിട്ടി. അപ്പോൾ ഈ വെബ്സൈറ്റിൽ കിടന്നത് ഫ്രീ പാർക്കിംഗ് ആണ്, ടിക്കറ്റ് വാലിഡേറ്റ് ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അതിനൊരു പർട്ടിക്കുലർ സ്പോട്ടുണ്ട്. ആ സ്പോട്ടിലുള്ള പാർക്കിങ്ങിൽ വാലിഡേറ്റ് ചെയ്ത കാര്യമുള്ളൂ. വേറൊരു സ്ഥലത്തുള്ള പാർക്കിങ്ങിൽ വാലിഡേറ്റ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, പേ തന്നെ ചെയ്യണം. ഇപ്പോൾ ഉള്ള റേറ്റ് അനുസരിച്ചിട്ട് പാർക്കിംഗ് ബിൽഡിങ്ങിൽ കയറാൻ 15 dirhams, അതായത് 1 hour വരെ അത് കവർ ആവും. അത് കഴിഞ്ഞാൽ ഓരോ അവറിനും 10 dirhams വെച്ചിട്ട് കയറും. അപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഞങ്ങൾ പാർക്ക് ചെയ്തത്. അവിടെ തന്നെയാണ് അതിൻ്റെ ഹാളും ഒക്കെ ഇരിക്കുന്നത്. ഞങ്ങളങ്ങനെ നടന്ന് സ്ഥലത്തെത്തിയപ്പം ഒരുപാട് ഫിലിപ്പൈൻ ക്രൗഡ്. എന്താണെന്ന് നോക്കിയപ്പോൾ ആ ദിവസം ഫിലിപ്പൈൻ ഇൻഡിപെൻഡൻസ് ഡേയുടെ സെലിബ്രേഷൻ നടന്നുകൊണ്ടിരുന്നു. അതുകൊണ്ട് ഒരു ഹാള് ഫുള്ള് അവരെ പരിപാടിയും പ്രോഗ്രാംസും ഒക്കെ ആയിട്ട് ഫില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ ദൂരം നടന്നപ്പോൾ അവിടെ ഒരു ലിസ് ഷോപ്പി എക്സ്പോ എന്ന് പറഞ്ഞിട്ട് ഒരു ഷോപ്പിങ്ങിൻ്റെ ഒരു എക്സ്പോ പോലെ നടക്കുന്നുണ്ടായിരുന്നു. പിന്നെയും കുറച്ചുകൂടെ നടന്നു പോയപ്പോഴാണ് ഗെയിം എക്സ്പോ അവസാനം ഞങ്ങൾ കണ്ടുപിടിച്ചു. ഇനി ഇതിൻ്റെ ഹിസ്റ്ററി ഞാൻ പറയാം. അപ്പോൾ ഇതിൻ്റെ ഹിസ്റ്ററിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഇത് 2008 തുടങ്ങിയതാണ്. ദുബായ് വേൾഡ് ഗെയിം എക്സ്പോ എന്ന് പറഞ്ഞിട്ട്, DWGE. പിന്നെ കാലപ്പോക്കിൽ 2022 ദുബായ് സ്പോർട്സ് ആൻഡ് ഗെയിം ഫെസ്റ്റിവലായിട്ട് മാറി, DEF. അങ്ങനെ അപ്പോൾ ആദ്യം ഇതൊരു ഗെയിമിംഗ് ബൂം ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയതാണ് ദുബായ് വേൾഡ് ഗെയിം എക്സ്പോ എന്ന് പറഞ്ഞിട്ട്. 2022 ദുബായ് സ്പോർട്സ് ആൻഡ് ഗെയിം ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് ദുബായ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എക്കണോമി ആൻഡ് ടൂറിസം ഒക്കെ ചേർന്നിട്ട് ഡെവലപ്പ് ചെയ്ത ഒരു ഫെസ്റ്റിവലാണ്. ഇതൊരു 17 ദിവസത്തെ പരിപാടി ആയിരുന്നു അന്ന്. അതായത് ദുബായിയുടെ ഒരു ഗ്ലോബൽ സ്റ്റാറ്റസ് ഗെയിമിംഗ് ഹബ്ബായിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് അവർ ചെയ്തൊരു സംഭവം. പിന്നെ ഇപ്പോൾ ഉള്ള കറണ്ട് ഫോർമാറ്റ് എന്ന് പറയുന്നത് 3 ദിവസം. ഈ വർഷം ജൂൺ 5, 6, 7 ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഒരുപാട് സാധനങ്ങളുണ്ട്. ഒരുപാട് പ്രൊഫഷണലായിട്ടുള്ള സ്പോർട്സ് ടൂർണമെൻറ്റ്, കുറേ ഗെയിം ഇനിഷ്യേറ്റീവ്സ്, പിന്നെ ഗെയിമിൻ്റെ സാധനങ്ങളൊക്കെ വിൽക്കുന്ന കുറച്ച് ഷോപ്സ്, അങ്ങനെയൊക്കെ അടിപൊളി സെറ്റപ്പാണ്. സത്യം പറഞ്ഞ് ഈ റൂമിൻ്റെ അകത്ത് കയറിയ ഫുള്ളൊരു വേറൊരു ലെവൽ വൈബാണ്. ഗെയിമിൻ്റെ തിങ്സ് മേടിക്കുന്നത്, അതിൻ്റെ മെർച്ചൻഡൈസ്, കോസ്പ്ലേ, അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ടൊരു വല്ലാത്ത സംഭവം. ഇതൊരു വേറൊരു ലോകം പോലെ തന്നെ ഉണ്ട്. ഒരുപാട് പിള്ളേരും വലിയ ആൾക്കാരും എല്ലാം ഉണ്ട്. അപ്പോൾ ആദ്യം കയറപ്പോൾ നിയോ ടോക്കിയോ ഡിസ്ട്രിക്റ്റ് എന്ന് എഴുതിയിട്ടുണ്ടാവും. പക്ഷെ ഞാൻ അങ്ങോട്ട് പോയില്ല. ഒരു സൈഡിൽ നിന്ന് നമുക്ക് തുടങ്ങാമെന്ന് പറഞ്ഞിട്ട് ആദ്യം റൈറ്റ് സൈഡിൽ നിന്ന് അങ്ങ് തുടങ്ങി. അവിടെ ആദ്യം ഇരിക്കുന്ന തന്നെ റെഡ് ബുള്ളിൻ്റെ ഒരു സ്ഥലമാണ്. ഈ സ്ഥലം ഫുള്ള് കമ്പ്യൂട്ടർ, PS5 ഫുൾ അതാണ്. ഒരുപാട് പിള്ളേർ മ്യൂസിക് അങ്ങനെയൊക്കെ ആയിട്ടാണ് ഇരിക്കുന്നത്. ഈ റെഡ് ബുള്ളിൻ്റെ പവലിയൻ എന്ന് പറയുന്നത് കുറേ ചെയറൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ PS5 കണക്ട് ചെയ്തിട്ടുണ്ട്, അതിൽ കളിക്കുന്നു. അതിൽ കുറേ ആൾക്കാർ ചില്ല് ചെയ്യുന്നു, അങ്ങനെയൊക്കെ. അതൊരു നല്ല സ്ഥലം. PS5 ഫുട്ബോൾ കളിയൊക്കെ ആയിട്ട് ഇരിക്കുന്നു. പിന്നെ അതിൽ ടൂർണമെൻറ്റും ഉണ്ട്. അവരവിടെ സ്കോർ ബോർഡൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് നടന്നു പോകുമ്പം സ്മാഷ് റൂം എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലം ഇരിക്കുന്നു. സ്മാഷ് റൂമിൽ എങ്ങനെയെന്ന് പറഞ്ഞാൽ നമ്മളത് പേ ചെയ്ത് അതിൻ്റെ അകത്ത് പോവുക.
അവർ ഫുള്ള് പ്രൊട്ടക്റ്റീവ് ഗിയറൊക്കെ നമുക്ക് തരും. ആ ഗിയറൊക്കെ ഇട്ടിട്ട് അവിടെ കാണുന്ന എല്ലാം നമ്മൾ അടിച്ച് പൊട്ടിക്കുക. അതിന് നമ്മൾ കാശ് കൊടുക്കണം. അങ്ങനെ നല്ലൊരു ഫണ്ണ് പരിപാടിയാണ്. കൊള്ളാൻ തോന്നി. ഒരു ചില സിനിമയിലൊക്കെ നമ്മൾ ദേഷ്യം തീർക്കുക എന്ന് പറയില്ലേ, അതൊക്കെ പോലത്തെ ഒരു സംഭവമാണ്. പിന്നെ അടുത്തത് ഞങ്ങൾ പോയത് DMCC എന്ന് പറയുന്ന ഒരു ചെറിയൊരു സ്ഥലം. അതിൽ കുറേ ഈ കമ്പ്യൂട്ടർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിലൊരു ഗെയിം സെറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു റേസിങ് ഗെയിമാണ്. ഇപ്പോൾ ഒരു പുള്ളി നിന്ന് അതിൽ കളിക്കുന്നു. അതായത് ഇതിൻ്റെ സംഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് പോകുന്ന എല്ലാവർക്കും എല്ലാം ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റും. അങ്ങനെ അതൊരു സ്ഥലം കഴിഞ്ഞിട്ട് അറീന ഗൈഡ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു വലിയ സ്ഥലമുണ്ട്. അത് മൊത്തം അതിൻ്റെ മാപ്പാണ്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ പോയത് ഒരു GK എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പാണ്. അതിലൊരു അടിപൊളി CPU കാണിച്ചിട്ടുണ്ട്. എൻ്റെ പോനെ ഒരു ഏലിയൻ റോബോട്ടിക് ലുക്കായ ഒരു PC ഫുള്ള് സെറ്റായിരുന്നു അത്. എന്നിട്ട് കുറേ CPU അതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം കാണാം, ഒന്നിനൊന്നും മിച്ചമെന്ന് തന്നെ പറയാം. പിന്നെ ടീഷർട്ട് അങ്ങനത്തെ കുറേ സാധനങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ GK എന്നുള്ള ആ ഷോപ്പിൽ തന്നെ. പിന്നെ എക്സ്ബോക്സിൻ്റെ കൺട്രോളർ, നിറ്റൻഡോ ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ഒരു 3 സ്ക്രീൻ വെച്ചിട്ടുണ്ട്. ഒന്നിൽ ഫോർസ ഹൊറൈസൺ 6 ഗെയിം നടക്കുന്നുണ്ടായിരുന്നു. മറ്റേ 2ലും ജെയിംസ് ബോണ്ടിൻ്റെ പുതിയ ഗെയിം ഫസ്റ്റ് ലൈറ്റ് എന്ന് പറഞ്ഞിട്ട്. പക്ഷേ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ നോക്കിയപ്പോൾ അത് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഗെയിം കളിക്കാൻ പറ്റിയില്ല. നല്ല ഗെയിമാണെന്ന് കേട്ട. പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ 2-3 കാർഡ് ഗെയിംസ് ഉണ്ട്. പോക്കിമോൺ അത് ഇതെന്ന് പറഞ്ഞിട്ട് അത് നല്ല നൈസാണ്. 3-4 ടേബിൾ ഇട്ടിട്ടുണ്ട്. അതിൽ ടൂർണമെൻറ്റ് അവർ ടൈം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ സമയം പങ്കെടുക്കുന്ന ആൾക്കാർ വന്നിട്ട് കാർഡിൻ്റെ ആ ടൂർണമെൻറ്റ് നടക്കുന്നു. ഇങ്ങനത്തെ ഒരു പരിപാടി ഉള്ളത് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയത്തില്ല. പിന്നെ സോണിയുടെ ഒരു സ്ഥലം, അതിലും PC ആണ് അവർ വെച്ചിട്ടുള്ളത്. ഇൻ്ററാക്റ്റീവ് ആയ ഒരു സെഷൻ വെച്ചിട്ടുണ്ട്. 2 സൈഡും 2 കമ്പ്യൂട്ടർ, ഗെയിം, പിന്നെ അവരെ പ്രോഡക്റ്റ്സ് ഷോക്കേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇൻ്ററാക്റ്റീവ് സെക്ഷനിൽ കുറേ ബോൾ വെച്ചിട്ടുണ്ട്. ഞാൻ നോക്കിയപ്പം നല്ല കൗതുകമായിട്ടിരുന്നു. അടുത്ത് പിന്നെ റീൽസിലെല്ലാം കാണുന്ന ആ ഒരു റോബോട്ടുണ്ട്. ഈ ആൾക്കാർ തള്ളിയിടൂലേ, അപ്പോൾ അത് ബാലൻസ് ചെയ്ത് നിൽക്കും. അങ്ങനത്തെ റോബോട്ട്. അത് GX എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പാണെന്ന് തോന്നുന്നു. അപ്പോൾ ഈ റോബോട്ടിൻ്റെ പേര് യൂണിട്രി G1 എന്ന് പറയുന്ന റോബോട്ടാണ്. ഹ്യൂമനായിട്ട് റോബോട്ടാണ്. അപ്പം ഞാൻ ഒന്നായിരിക്കും എന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. നോക്കിയപ്പം പുറകെ നിന്ന് വരുന്നുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു അതിൻ്റെ സംഭവങ്ങളൊക്കെ. അപ്പോൾ കുറേ നേരമൊക്കെ കണ്ട് എൻജോയ് ചെയ്തുകൊണ്ടിരുന്നു. അത് പടി കയറുന്നത് കാണാൻ നല്ല രസമാണ്. ഞാൻ വെച്ച് വീണെന്ന് തന്നെ ആശാന എങ്ങനെ കയറിയത്. നൈസായിരുന്നു ആ പരിപാടി. അപ്പോൾ അത് കുറേ നേരം അങ്ങനെ കണ്ട് ചിന്തിച്ചുകൊണ്ടിരുന്നു. അതായത് ടെക്നോളജി ഏത് ലെവലിൽ വളർന്നു എന്ന് പറയുന്നത്. ഞാൻ യൂസ് ചെയ്യുന്ന 360 ക്യാമറ ഒരു കാലത്ത് വിചാരിച്ച് ചിന്തിക്കാൻ പോലും പറ്റാത്ത ടെക്നോളജിയാണ്. പക്ഷേ ഇപ്പോൾ അതെൻ്റെ കയ്യിലുണ്ട്. അടുത്ത് ഞങ്ങളൊരു CPU ഒരു ഷോപ്പിലാണ് പോയത്. ഒരെണ്ണമൊക്കെ ഈ ഫുള്ള് വൈറ്റ് കളറിൽ ഏതോ ഈ മറ്റേ ഹെവൻ തീമിലാണെന്ന് തോന്നുന്നു അതൊക്കെ ചെയ്തിരുന്നത്. ഒരുപാട് അടിപൊളി ഡിസൈനിലുള്ള CPUs ആണ്. ROGയുടെ ഉണ്ട്, പിന്നെ വേറെ കുറേ ബ്രാൻഡിൻ്റെ ഉണ്ട്. അതെ, അവിടെ ഒരു ചെയിൻസോ മാൻ ആനിമെ ക്യാരക്ടർ പോകുന്നുണ്ട്. ഓരോ CPUവും കാണാൻ ഒരു വല്ലാത്തൊരു ലുക്കാണ്. ചെയ്ത ആൾക്കാരെ വേണം പറയാൻ, അത്ര കിടില. അടുത്ത് ഞങ്ങൾ നടന്ന് പോയത് വെർജിൻ മെഗാസ്റ്റോർ എന്ന് പറയൂലേ, അതിൻ്റെ ഒരു പവലിയൻ പോലെയാണ്, ഒരു ചെറിയൊരു സ്റ്റേജ്. അപ്പോൾ അതിൽ ജയിക്കുന്ന ആൾക്കാർക്ക് 10,000 ദറംസ് അവർ കൊടുക്കുമെന്നാണ്. ഇപ്പോൾ 3 ദിവസം ഈ പരിപാടി നടക്കുന്നത്. 3 ദിവസം കഴിഞ്ഞിട്ട് അവസാനം ഹയസ്റ്റ് പോയിന്റ് ഉള്ളവർക്ക് ആ 10,000 ദറംസ് കൊടുക്കുമായിരിക്കും. പിന്നെ അത് കഴിഞ്ഞ് അവിടെ നിന്ന് തിരിഞ്ഞു നോക്കപ്പോഴാണെങ്കിൽ നമുക്ക് ലെഗോയുടെ ഒരു ഷോപ്പ് കാണാൻ പറ്റും. ഒരു ഷേക്ക് കയ്യിൽ ഒരു കോല് പിടിച്ചിട്ടിരിക്കുന്ന പോലത്തെ ഒരു ഡിസൈൻ. ഇത് ഫുള്ള് ലെഗോ ആണ്, അതാണ് അതിൻ്റെ ഒരു സംഭവം. ലെഗോ ഷോപ്പിൽ നടന്ന് പോയപ്പോൾ അവിടെ ഫുള്ളും പിള്ളേരാണ്. പിന്നെ അവിടെ പോക്കിമോണിൻ്റെ ഓരോ പോക്കിമോൺസ് ലെഗോയിൽ ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട്
ഒരു സൈഡിൽ വേൾഡ് കപ്പിൻ്റെതുണ്ട്, ഒരു സൈഡിൽ കുറേ പിള്ളേർ ലെഗോനെ വെച്ച് കളിച്ചുകൊണ്ടിരിക്കുന്നു. പിള്ളേർക്കും ഒക്കെ ഇൻ്ററാക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റിയ സംഭവം. അത് നല്ല തോട്ട്ഫുള്ളാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ പോയത് ഒരു കുറേ സ്ക്രീൻ ഇരിക്കുന്ന സ്ഥലം, PS5 2 കൺട്രോളർ വെച്ചിട്ടുണ്ട്. ഗെയിം ടൂർണമെൻറ്റ് പോലത്തെ ഒരു സ്ഥലമാണ്. കുറേ PC വെച്ചിട്ടുണ്ട്, PS5 വെച്ചിട്ടുണ്ട്. അതിൽ മൈൻക്രാഫ്റ്റ് ഉണ്ട്, ഫാൾ ഗൈസ് ഉണ്ട്, പിന്നെ റോക്കറ്റ് ലീഗ് ഉണ്ട്. ഇങ്ങനെ ഒരുപാട് ഗെയിംസ് അവിടെ പിള്ളേർ കണ്ടിന്യൂസ് ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കുക. എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടും. പിന്നെ അടുത്ത് പോയ ഒരു സ്ഥലമാണ്, ഒരു കാർ ട്രാക്ക് വെച്ചിട്ടുണ്ട്. അതിൽ റേസ് നടക്കുന്ന ആ കാറിൽ ക്യാമറ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ക്യാമറയുടെ ഫൂട്ടേജ് അവിടെ സ്ക്രീനിൽ ബാക്കിൽ വരും. അവരവിടെ നിന്ന് കൺട്രോൾ ചെയ്യും. അത് അനുസരിച്ചിട്ട് ഇവിടെ കാറ് പോവും. നൈസ് സാധനം. എനിക്കത് കാണാൻ ഇഷ്ടപ്പെട്ടു. അതായത് ഇവിടെ ഫിസിക്കലായിട്ടൊരു കാര്യം നടക്കുന്നുണ്ട്, അവരാണ് അതിനെ കൺട്രോൾ ചെയ്യുന്നത്. ഗെയിം പോലെ അവർക്കത് ഗെയിം പോലെ ആയിരിക്കും, പക്ഷേ ഇവിടെ ഇത് ഫിസിക്കലായിട്ട് നടക്കുന്ന ഒരു സംഭവമാണ്. നൈസായിരുന്നു. പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അവിടെ ഒരു പരിപാടിയുണ്ട്, മിസ്റ്ററി ലോക്കർ ചാലഞ്ച് എന്ന് പറഞ്ഞിട്ട്. അത് വേറെ സൈഡിലിരിക്കുന്ന ഒരു പരിപാടിയാണ്. ഇതിൻ്റെ പരസ്യം ഓരോ സൈഡിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ അത് ഇപ്പോൾ കാണുന്നത് ആമസോണിൻ്റെ സ്ഥലമാണ്. അതിൻ്റെ അകത്ത് കുറേ ഗെയിമും കാര്യങ്ങളും നടക്കുന്നുണ്ട്. ആമസോൺ നൗ ബാറ്റിൽ അറീന എന്നാണ് ആ ഒരു സ്ഥലത്തിൻ്റെ പേര്. അവിടെ കുറേ ക്യൂ ഒക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് പരിപാടി നടക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ അങ്ങോട്ട് പോയില്ല. അത് കഴിഞ്ഞിട്ട് അടുത്ത് ജെറ്റോറിന് തന്നെ ഒരു സെപ്പറേറ്റ് ഒരു സ്ഥലം വെച്ചിട്ടുണ്ട്. പിന്നെ നടുക്ക് കാർ വെച്ചിട്ടുണ്ട്, സൈഡും കാർ. രണ്ടും ജെറ്റോർ T2 തന്നെയാണ് വെച്ചിരിക്കുന്നത്. ട്രോൺ സ്റ്റൈലിൽ അതിനെ വെച്ചിട്ടുണ്ട്. പുറത്ത് കാറ്, അകത്ത് നോക്കുകയാണെങ്കിൽ അകത്ത് ഫുള്ള് കാർ റേസ് ഗെയിം ടൂർണമെൻറ്റ് പോലെ. ജെറ്റോർ ഇതിൽ പങ്കെടുക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ആദ്യം കണ്ട ഷോപ്പ് പോലത്തെ ഒരു സ്ഥലം. ആനിമയുടെ കാർഡ്സ് മെഷീനിലൊക്കെ ഉണ്ടായിരുന്നു, സെല്ല് ചെയ്യുന്നുണ്ടായിരുന്നു ആൾക്കാർ ആനിമ കാർഡ്സ്. പിന്നെ ആനിമയുടെ ചെറിയ ചെറിയ ഫിഗേഴ്സ്, പിന്നെ മെർച്ചൻഡൈസ്, തൊപ്പി, ഇങ്ങനത്തെ സാധനങ്ങൾ ഒരുപാട് ആൾക്കാർ വന്ന് വാങ്ങുന്നുണ്ട്. അതാണ് അതിൻ്റെ വേറൊരു സംഭവം. പിന്നെ ഇതിൻ്റെ ചെറിയ ചെറിയ പ്രതിമ ഉണ്ട്, പിന്നെ വാള്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. മൊത്തത്തിൽ കാണാൻ ഒരു ഡിഫറൻ്റ് ഒരു വൈബാണ്. ഈസി ലാബ് എന്നാണ് ആ ഷോപ്പിൻ്റെ പേര്. അത് ഫുള്ള് 3D പ്രിൻ്റഡ് ആണ്. നിങ്ങൾ കാണുന്നത് മൊത്തം അത് നൈസായിരുന്നു. പിന്നെ ഒരുപാട് സ്ഥലത്ത് ഫുള്ള് സ്ക്രീന്. പിന്നെ ജെറ്റോറിൻ്റെ അടുത്ത് തന്നെ വേറൊരു ഷോപ്പുണ്ട്. ഷോപ്പല്ല, ഒരു ചെറിയ സ്ഥലം പോലെ. അത് പ്ലേ സീറ്റ് എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ ഈ കാർ ഗെയിമൊക്കെ കളിക്കപ്പോയി സീറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, അത് കാർ ഗെയിം കളിക്കുമ്പോൾ നമ്മൾ കംഫർട്ടബിളായിട്ട് ഇരിക്കേണ്ട ഒരു എർഗണോമിക്കലി സോർട്ടഡ് ആയിട്ടുള്ള സീറ്റ്. F1 എന്നൊക്കെയാണ് അവർ എഴുതിയിരിക്കുന്നത്. കംഫർട്ടബിളായിട്ടിരിക്കുന്ന പോലെ അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. നൈസ്. അപ്പോൾ ഈ വീഡിയോ തന്നെ കുറേ ആയി. ഈ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇതിൻ്റെ അടുത്ത പാർട്ടിൽ ഇതിൻ്റെ ബാക്കിനെ കുറിച്ച് ഞാൻ പറയുന്നതായിരിക്കും. ഇനിയും കുറേ എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും അതിൽ. അപ്പോൾ ഓക്കെ, എന്നാൽ വേറെ വീഡിയോയിൽ പിന്നൊരിക്കൽ കാണാം.